നമ്മളൊരു കോച്ചിങ്ങിൻ്റെ ഏരിയയിൽ ഇപ്പോൾ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ പഠിക്കും എന്നുള്ളൊരു സാധനമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ ടോപ്പേഴ്സിനെ കാണുന്നത് നന്ദനത്തിലെ കുമ്പിടിനെ പോലെയാണ്, അവിടെയും കാണും ഇവിടെയും കാണും. അതായത് ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് റിസൾട്ട്സ് ക്ലെയിം ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു കോച്ചിങ് എടുക്കാൻ പോകാന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം ഫോണിൽ നോക്കുമ്പോൾ എല്ലാവരുടെ റിസൾട്ടിലും എല്ലാവരും ഉണ്ട്. അപ്പോൾ എവിടെയാണ് ശരിക്കും ഇവർ പഠിച്ചത് എന്നുള്ളൊരു നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഒരു കോച്ചിങ് എക്കോസിസ്റ്റം ഒരു സ്റ്റുഡൻറ് ചൂസ് ചെയ്യുക? First thing is that you ask or you try to understand where they study their PCM courses. PCM എന്ന് വെച്ച് കഴിഞ്ഞാൽ so normally that is the name of the course. ഇവിടെ മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ പേര് തന്നെ ആയിരിക്കും പ്രിലിംസ് കം മെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ അതിൽ പറഞ്ഞൊരു 1 year ലോങ് ഡ്യൂറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഇപ്പൊ 2027 പ്രിലിംസ് എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചസ് ഒക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ബാച്ചിനെയാണ് നമ്മൾ PCM ബാച്ച് എന്ന് വിളിക്കുന്നത്. സോ എൻ്റെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും റൈറ്റിംഗ് ഇൻക്ലൂഡിംഗ് ഇന്റർവ്യൂസിന്റെ ഈ പ്രോസസ് പാർട്ടായിട്ട് കവർ ചെയ്യും. അപ്പം ഇതിലൊരു പോയിന്റ് ഐ വാണ്ട് ടു ടെൽ ഈസ് എത്ര കുട്ടികളാണ് PCM കോഴ്സ് എവിടെ എടുക്കുന്നത്, അതാണ് ഫൗണ്ടേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതൊരു പരമ്പരാഗതമായി നോക്കേണ്ടിരുന്ന കാര്യങ്ങളാണ് ഷിനാസ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി UPSC എക്കോസിസ്റ്റം ട്രിവാൻഡ്രത്തെ ഇച്ചിരി മോശമായിക്കൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ലേണിങ്ങോ പിള്ളേരുടെ റിസൾട്ടിനെ പറ്റിയൊന്നുമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസൾട്ടുകളെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ. കാര്യം ഇത് ഒരു ബിസിനസ് കൂടിയാണ്. ഇപ്പോൾ ഐലൺ അടക്കം ഒരു ബിസിനസ്സാണ്. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് വരണം, ഇങ്ങനെ ഒരു ആംഗിൾ ഇതിനകത്തുണ്ട്. ഓക്കെ, പക്ഷേ നമ്മളിപ്പോൾ ഐലൺ നടത്തുന്ന എല്ലാ ഡയറക്ടേഴ്സും ദേ ആർ ex-UPSC ആസ്പിറൻസ്. നമ്മളല്ലാതെ വേറെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ ഓണ്ടർപ്രണറിയൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ അല്ല. നമ്മൾ UPSC ആസ്പിറൻസ് ആയാലും നമ്മൾ ഇതിനകത്തൂടി പോയി വി നോ ദിസ് എക്സാം വെൽ. സോ നമ്മളത് അടുത്ത ജനറേഷന് കൈമാറുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടോ. ബട്ട് ദർ ആർ സോ മെനി ന്യൂ ഇൻവെസ്റ്റേഴ്സ് കമ്മിങ്. എന്ന് വെച്ചാൽ പ്രോപ്പർ ബിസിനസ്സുകാരാണല്ലോ. ഇപ്പം നമ്മൾ ഈ ബ്ലാക്ക് സ്റ്റോൺ പോലുള്ളവരൊക്കെ കേരളത്തിലെ ഹോസ്പിറ്റൽ ശൃംഖലകൾ മൊത്തം ഏറ്റെടുത്തു എന്ന് പറയുന്ന പോലെ പ്രോപ്പർ ബിസിനസ്സുകാർ ട്രിവാൻഡ്രത്തോട്ട് വരികയും അവർ ട്രിവാൻഡ്രത്തെ മേജർ ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഇൻവെസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സാധനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബോട്ടം ലൈൻ ഗെയിം. ഓക്കെ, ഇത്ര പിള്ളേർ വരുന്നു, ഇത്ര റവന്യൂ വരുന്നു, പ്രോഫിറ്റ് വരുന്നു. അപ്പോൾ ഈ ഒരു കളികളാണ്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് ഒരു എന്ത് എത്തിക്കൽ ബൗണ്ടറീസും ക്രോസ് ചെയ്യാൻ ഐ തിങ്ക് ദേ വുഡ് ബി ഓക്കെ വിത്ത് ഇറ്റ്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഇൻ്റർവ്യൂവിന് പോകുന്നവരെ ക്ലെയിം ചെയ്യുന്നു എന്നുള്ള ഒരു സാധനമായിരുന്നു. അത് കുറേ നാളായിട്ടുള്ള നമുക്കൊക്കെ ഭയങ്കര ഒരു റിപ്രഹെൻസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അതിവിടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അടുത്ത ഒരു തലത്തിലോട്ട് ഇത് കടന്ന് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഐലൻഡിലെ ഡയറക്ടേഴ്സ് ഇപ്പം നിഖിലും TJ ഒക്കെ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തതാണ്. എന്ന് വെച്ചാൽ 150 റിസൾട്ട് കേരളത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് 140-150 റിസൾട്ട്. അത് ഇല്ല കേരളത്തിൽ നിന്ന് അത്രയും പേര് എനിക്ക് ഇൻ്റർവ്യൂവിന് പോലും പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 90 പേരൊക്കെയാണെന്ന് തോന്നുന്നില്ല സാറിന് ഒരു വർഷം ഇൻ്റർവ്യൂവിന്. അപ്പോൾ എവിടെ നിന്നാണ് ഒരു കേരള ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്? വേറെ എവിടെയും ഇവർക്ക് കോച്ചിങ് സെൻറ്റേഴ്സ് ഇല്ല, ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഇല്ല, ഓൺലൈനിലാണ് കോഴ്സ് മലയാളത്തിലാണ് കൊടുക്കുന്നത്. അപ്പം ഇത്രയും പേരെ അവിടെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ 150 പേരെ എവിടെ നിന്നാണ് റിസൾട്ട്? അപ്പം കഴിഞ്ഞ വർഷത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഐലൻഡിനെ കോൺടാക്ട് ചെയ്ത് ഇതൊരു തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ആന്ധ്രയിൽ ഇങ്ങനെ പലയിടത്തുള്ള പിള്ളേർ പാസ്സാകുന്ന പിള്ളേരുണ്ടല്ലോ അവരുടെ റിസൾട്ട് വിൽക്കും. ബട്ട് സംഹൗ ദേ മാനേജ് ഇറ്റ് സോ ദാറ്റ് നോ ഇഷ്യൂസ് കം ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഇത് ലീഗൽ ആണോ എന്ന് ചോദിച്ചാൽ ലീഗലായിരിക്കും. ബട്ട് എത്തിക്കൽ ആൻഡ് മോറൽ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അതിൽ പറഞ്ഞപ്പം ഈ റിസൾട്ട് മേടിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് അവർ കുറച്ചും കൂടെ രസമായിട്ട് ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡൽഹി ബേസ് ചെയ്തിട്ടൊരു അതൊരു തേർഡ് പാർട്ടി എനിക്കുണ്ട്. അപ്പം അവര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവരൊരു കുട്ടീനെ വിളിക്കും, അവർ വിഷയമല്ല കുട്ടീനെ വിളിച്ചിട്ട് വയ്ക്കും, ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവമാണ്, നിങ്ങൾക്ക് മോക്ക് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരാം, നല്ല പാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ 1-to-1 ഒരു ടോപ്പ് എക്സ്പേർട്ടിന് ഒരു 1-to-1 ഒക്കെ ഉണ്ടെന്ന് പറയും. അപ്പൊ കുട്ടി എന്തിനാ നോ പറയേണ്ടത്? കാരണം സർവീസ് ഇരിക്കുന്നവരോ അല്ലെങ്കിൽ UPSC ആയിട്ട് ബന്ധമുള്ള അപ്പൊ കുട്ടി പറയും ശരി അറേഞ്ച് ചെയ്ത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. അപ്പൊ കുട്ടി ഓൺലൈനിൽ കയറുമ്പോഴത്തേക്കും ഓക്കെ ഒരു പാനൽ മോക്കിൽ ഇരിക്കുകയാണ്, ആ കുട്ടി പാനൽ മോക്കൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. പക്ഷെ ഈ പാനൽ സ്പോൺസർ ചെയ്യുന്നത് മറ്റു ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കും. അപ്പം ഈ കുട്ടി ഒരിക്കലും നേരിട്ടെടുക്കുന്ന ഒരു ചോയ്സ് അല്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി ഈ കുട്ടി എവിടെ വരുന്നു, ആ റിസൾട്ടിലേക്ക് വരും. അപ്പൊ ബേസിക്കലി വാട്ട് ഈസ് ആക്ച്വലി പോലും അറിയുന്നില്ല, കുട്ടി പോലും അറിയത്തില്ല കുട്ടി അവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ അതുപോലെ ഈ കുട്ടി അറിയാതെ കുട്ടി അവിടുത്തെ സ്റ്റുഡന്റ് ആണ്. ഇതൊരു ഇച്ചിരി ഒരു പ്രവചനമായി കണ്ടാൽ മതി. നമ്മുടെ ഒരു ഊഹം എന്ന് പറഞ്ഞാൽ ഈ വർഷം കേരളത്തിലെ ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പറഞ്ഞ രീതികളിലൂടെ ഒരു 300-400 റാങ്ക് വരെ ഈ വർഷം ക്ലെയിം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റിസൾട്ടുകൾ വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ വിൽക്കാനുണ്ട്, വാങ്ങാനും ആൾക്കാരുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഐലൺ അതിനില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്കിവിടെ പറഞ്ഞു വെക്കാൻ പറ്റുന്നുള്ളൂ.